السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا سبحانك لا علم لنا إلا ما علمتنا قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. صدق الله العظيم. മലക്കുകൾ ആദം അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിഭാഗത്തെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും സാക്ഷാൽ ഖാലിഖായ അല്ലാഹുവിനെ കുറിച്ചും കുറെ ഇൽമുകൾ കൈമാറി. ലോകത്തുള്ള ഒരുപാട് വസ്തുക്കളുടെ പേരും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ പഠിപ്പിച്ചു. അത് മലക്കുകൾ കൊണ്ട് പറയാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് മലക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടല്ല, വിശദീകരണാർത്ഥവും ചോദിക്കേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു തസ്ബീഹിലേക്ക് മുറിഞ്ഞു വീഴുകയാണ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്കൊരറിവുമില്ല. ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നല്ലാത്തൊരറിവും ഞങ്ങൾക്കില്ല. ഇന്നക, നിശ്ചയം നീ അന്ത, നീ അൽ അലീമുൽ ഹകീം, എല്ലാം വളരെ കൃത്യമായി വ്യക്തമായി ചൂഴ്ന്ന് അറിയുന്നവനും തന്ത്രശാലിയുമാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ദുഃഖമോ സങ്കടമോ ഉടലെടുത്താൽ ഉടനെ തസ്ബീഹിലേക്കാണ് മുറിഞ്ഞു വീഴേണ്ടത്. മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് അവന് ഹൃദയ സഞ്ചാരം നടത്തുക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഹരമുള്ള യാത്ര ഹൃദയയാത്രയാണ്. ചിന്താപരമായ കാര്യങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. യാത്ര ചെയ്താൽ അവസാനവും അവനെത്തിയിട്ട് പിന്നെ സുബ്ഹാനക മറിഞ്ഞു വീഴല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും ചെയ്തത് തന്നെയാണ്. രാത്രിയുടെ ഉള്ള്, കടലിന്റെ ഉള്ള്, മത്സ്യത്തിന്റെ വയറിന്റെ ഉള്ള്, ഇതിന്റെ മൂന്ന് ഇരുട്ടിന്റെ ഉള്ളിന്റെ അകത്തേക്ക് എത്തിയപ്പോൾ യൂനുസ് അലൈഹിസ്സലാം തസ്ബീഹിലേക്കാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതെന്നെ മൂസാ നബിയും ചെയ്തത്. ഇന്നി തുബ്തു ഇലൈക സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇത് മുഅ്മിനീങ്ങളുടെ ആത്മാവിന്റെ ഒരു ഭക്ഷണമാണ് തസ്ബീഹ്. അള്ളാഹുവിനോട് ഹൃദയം മുറിഞ്ഞ് വേദനകളുമായി ഹൃദയം പടക്കുമ്പോ അവന് ചൊല്ലാനുള്ളതാണ് സുബ്ഹാനക സുബ്ഹാനക. ഈ അള്ളാഹുവിനെ കുറിച്ച് ആവശ്യമില്ലാത്ത ഖവാത്തിർ ഹൃദയത്തിൽ വരാറുണ്ട്. അത് ഏത് വലിയ ആളുകൾക്കും വരാം. വെറുതെ ഇങ്ങനെ ഒരു ഖവാത്തിർ, അതിന്റെ വാദക്കാരനോ വിശ്വാസക്കാരനോ അല്ല, മനസ്സിലിങ്ങനെ ഒരു ചൊറിച്ചില്, അതിങ്ങനെ വന്നിറങ്ങിപ്പോകും. വലിയ ചില ആളുകൾക്കുണ്ടാവാതെ. അങ്ങനെ വരുമ്പോഴും അതിന് രക്ഷപ്പെടാനുള്ളത് ഇത് തന്നെയാണ്. ഇതാ ചൊല്ലേണ്ടത്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആദം അലൈഹിസ്സലാമിന്റെ കഥ മലക്കുകൾക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അവർക്കില്ലാത്ത ഇൽമ് ആദം അലൈഹിസ്സലാമിനുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അവർ തസ്ബീഹിലേക്ക് മുറിഞ്ഞു വീഴാൻ. അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനങ്ങളിലും നാം അറിയാത്ത 100,000 ഹിക്മത്തുകൾ ഉണ്ടാകും, അത് നമുക്കറിയില്ല എന്നവര് മനസ്സറിഞ്ഞ് ഹൃദയം തട്ടി സങ്കടത്തോടു കൂടി ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്തുകൊണ്ട് പറയുകയാണ്.
സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലം. നമുക്ക് എല്ലാവർക്കും പറയാനുള്ളതാണ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. എന്നിട്ട് എന്താ ആ ഭാഷയിലുള്ളൊക്കെ ശക്തമായ ഇന്ന തൈക്കീത, ഇന്നക അന്ത, പിന്നെയും അന്ത, ഇന്ന തൈക്കീത്, അന്ത ആവർത്തിച്ചു, ഇന്നക നിശ്ചയം, നീ അന്ത, നീ തന്നെ അൽ അലീം, എല്ലാ കാര്യങ്ങളും കൃത്യമായി വൃത്തിയായി വ്യക്തമായി ശക്തമായി അറിയുന്നവനാണ്. അൽ ഹക്കീം, സകല കാര്യങ്ങളിലും നീ തന്ത്രശാലിയുമാണ്. നമുക്കറിയില്ല നിന്റെ തീരുമാനം എന്താണ്. ഇവിടെ ഒരു താരതമ്യ പഠനവും കൂടി നല്ലതാണ്. ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല വഅല്ലമ ആദമൽ അസ്മാ എന്നാണ് പറയുന്നത്. കുറെ ഇസ്മുകളും അതിന്റെ മുസമ്മയാത്തും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴേക്ക് മലക്കുകൾ ആ ഖദറിന്റെ മുമ്പിൽ പിടിച്ചിക്കാൻ കഴിയാതെ വെപ്രാളപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമ എത്രയാണ്? ആദം നബിയുടെ ഇൽമും മുത്തനബിയുടെ ഇൽമും തമ്മിൽ അജഗജാന്തരമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് എന്തേ മലക്കുകളിൽ നിന്ന് സുജൂദ് വാങ്ങിക്കൊടുക്കാൻ എന്നൊരു ചർച്ചയുണ്ട് മഹാന്മാര്. ആദം നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചിട്ട് മലക്കുകളെ കൊണ്ട് സുജൂദ് വാങ്ങിക്കൊടുത്ത അള്ളാഹു അതിനേക്കാൾ ഇൽമ കൊടുത്ത് ആദരിച്ച മുത്തനബിക്ക് എന്തുകൊണ്ട് സുജൂദ് കൊടുത്തില്ല? അതിനൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? മുത്തനബിന്റെ ഇൽമ അതിന്റെയൊക്കെ എത്രയോ മീതയാണ്. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്നാണ് ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച്. ഹബീബ നബിയെ കുറിച്ച് പറഞ്ഞതോ വഅല്ലമക മാ ലം തകുൻ തഅലം. ഇത്രയൊന്നുമില്ല, ഇസ്മു മുസമ്മയൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാത്തതൊക്കെ അല്ലാഹു പഠിപ്പിച്ചു എന്നാണ്. ഇതേ അല്ലമന്നെ അവിടെ ഉപയോഗിച്ചത്. വഅല്ലമക മാ ലം തകുൻ തഅലം, അറിയാത്തതൊക്കെ തന്നു. സുബ്ഹാനല്ലാഹ്. ഭൂമിയിൽ നിന്നു ഒന്നാം ആകാശം കൊടുത്തു, രണ്ടാം ആകാശം കൊടുത്തു, ഏഴാകാശങ്ങളിൽ നിന്ന് കൊടുത്തു, കാബ കൗസയിൽ നിന്ന് കൊടുത്തു. ചിലത് അല്ല പറഞ്ഞത് ജനങ്ങളോട് പറഞ്ഞു കൊടുത്താൽ എന്ന് പറഞ്ഞു, ചിലത് പറഞ്ഞു ഇഷ്ടണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു, ചിലത് അല്ല പറഞ്ഞു നമ്മളെ മാത്രം അറിഞ്ഞാൽ മതി, ആൾക്കാരോട് പറയണ്ടെന്ന് പറഞ്ഞു. അത്ര വലിയ വൈജ്ഞാനത്തിന്റെ നിറകുടമാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് എന്തുകൊണ്ട് സുജൂദ് വാങ്ങിക്കൊടുത്തില്ല? അതാണ് അവിടെ ചർച്ച. അതിന് മഹാന്മാർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സുജൂദ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരു ആരാധനയുടെ രൂപമാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകൾ ചെയ്താൽ മനുഷ്യന്മാരും ചെയ്യാൻ തുടങ്ങും. അതൊരു വ്യക്തിയെ മഅബൂദാക്കലായി മാറും. പിന്നീട് ആ ഒരു നിലയിൽ പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു ശിർക്കോ കുഫ്റോ ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല. എല്ലേനും ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന എന്താ? ദൈവ അവതാരം, ദൈവപുത്രൻ എന്നല്ലേ വിശ്വസിക്കുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? ലോക്കൽ മുസ്ലിം ഉണ്ടോ? ഇല്ല. അള്ളാന്റെ ഒരു കാവലാണ്. രണ്ടാമത്തത്, മലക്കളുടെ ഭാഗത്ത് നിന്ന് പടച്ചവൻ ആദം അലൈഹി ഇസ്ലാമിന്റെ ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ട് സുജൂദ് വാങ്ങിക്കൊടുത്തപ്പോൾ അള്ളാഹു തആല കൽപ്പിച്ചിട്ടേ ഉള്ളൂ, സുജൂദ് ചെയ്തിട്ടില്ല. മാത്രമല്ല ആ സുജൂദിന്റെ കാലാവധി ഒരു 100 കൊല്ലം അല്ലെങ്കിൽ 500 കൊല്ലം, അതിന്റെ മേലൊന്നുമില്ല. എന്നാൽ മുത്തനബിയുടെ ഇൽമും മറ്റും ബഹുമാനിച്ചിട്ട് അള്ളാഹു തആല മലക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുത്തത് സുജൂദല്ല, സലാത്താണ്. അത് മലക്കളെ കൊണ്ട് കൽപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല, ആദ്യം റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ട് സലാത്തിന്റെ പരിപാടി ഏറ്റെടുത്തത് ഖാലിഖായ അള്ളയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. സുജൂദ് 100 കൊല്ലാണെങ്കിൽ സലാത്തിന്റെ കാലാവധി ഇല്ല. യുസല്ലൂന മുളാരിയ ഫൈലാണ്, ഇസ്തിംറാർ വേണം, ഒരു സെക്കൻഡ് ഒഴിയാൻ പാടില്ല. എത്ര കാലമായി തുടങ്ങിയിട്ട് ഇപ്പോഴും മുറിഞ്ഞിട്ടില്ല, ഇനി മുറിയുകയുമില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. കാരണം വഅല്ലമക മാ ലം തകുൻ തഅലം, അറിയാത്തതൊക്കെ മുത്തനബിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനെ കുറിച്ചാ അള്ളാന്റെ റസൂൽ പറയാത്തത്? മാസം ഇത്തിരി വലുപ്പത്ത് കണ്ടപ്പോ ഞാൻ ആദ്യം നോക്കിയത് ഹദീസിൽ എന്താ പറഞ്ഞതെന്നാ. അപ്പൊ ഉണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളായാൽ മാസം കുറച്ച് വലുപ്പത്തിലാണ് കാണുക, വലുപ്പത്തിലാണ് മാസം കാണുക. ലോക്കൽ വർത്താനം പോയി അങ്ങനെയാണ് പറഞ്ഞു പോയത് മാത്രമല്ല, എന്നിട്ട് ഒരു 3 റിവായത്ത് ഞാൻ കണ്ടു ആ വിഷയത്തിൽ. ഒരു റിവായത്തിലുള്ള എങ്ങനെയാണ്, ജനങ്ങൾ ഈ മാസം ഇങ്ങനെ കാണുമ്പോ പറയും ഇത് 1 അല്ലല്ലോ, ഇത് 2 ആണ് കേട്ടോ. ചില ആളുകൾ പറയും 2 ഒന്നല്ല, അത് 3 2 ഈ ബൽപ്പൊന്നും ഉണ്ടാവില്ല. ഇതൊരു ബൽപ്പുണ്ടത്. 1-ാം ദിവസത്തെ മാസം കാണുമ്പോ ജനങ്ങൾ 3-ാം ദിവസത്തെ മാസമാണെന്ന് പറയും എന്ന് നേരത്തെ പറഞ്ഞു വെച്ചു മുഹമ്മദ് മുസ്തഫ.
ഇത് 2 ദിവസം എന്റെ ചവിടുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച. ചിലർ പറയാണ് അത് മാസം 1 അല്ല 3 ആണ് എന്ന്. അപ്പൊ തുർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എനിക്ക് ഓർമ്മ വന്ന്. ഇവരിങ്ങനെ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. എന്താ പറയാൻ ബാക്കി വെച്ചത്? എല്ലാം പറഞ്ഞില്ലേ? ആ ഹബീബിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ സ്വലാത്ത് എല്ലുന്നത്. അതുകൊണ്ട് റമദാൻ മാസവും കൂടിയാണ്. സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് രക്ഷപ്പെടുന്ന ആളുകൾക്ക് മാത്രം തൗഫീഖ് കിട്ടുന്ന ഒരു അമലാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം. ഇവിടെ 2 കിഡ്നി നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ട്. അതിന്റെ ഒരു മീറ്റിംഗ് എവിടെ വെച്ചിട്ടാണ്? LP സ്കൂളിന് അവിടെ ഉണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് പങ്കെടുത്താല് കുറച്ച് ആൾക്കൂട്ടുണ്ടായിരുന്നു. നല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ കാര്യമാണ്. അള്ളാഹു തആല ആ കുട്ടിക്ക് ശിഫയായി കൊടുക്കട്ടെ. അതിനെ സഹായിച്ചവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. ഞാൻ അതിന്റെ സഹായം തന്നിട്ടില്ല, ഒരു വോയിസ് തന്നിട്ടുള്ളൂ തോന്നുന്നുണ്ടല്ലേ. എൻ്റെ അടുത്ത് വാങ്ങണട്ടെ, ഞാൻ മറന്നുപോയതാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പഠിച്ചവനെ പറഞ്ഞും കേട്ടും കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തസ്ബീഹിന്റെ സ്വലാത്തിന്റെ ആളുകളാക്കണേ അല്ലാ. അതുകൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, പെടുന്നതിനുള്ള രോഗങ്ങളിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സലാമത്തിന്റെ വഴികൾ തുറന്നു തരണേ അല്ലാ. ഫത്ഹ് ചെയ്യണേ അല്ലാ. ഖൽബ് ഫത്ഹ് ആക്കി തരണേ അല്ലാ. മാരിഫത്ത് നൽകണേ അല്ലാ. മഹബത്ത് നൽകണേ അല്ലാ. ഇഹ്സാൻ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. യഖീൻ നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. ഈമാനിന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കി തരണേ അല്ലാ. അതിന്റെ ഇസ്സത്ത് നൽകണേ അല്ലാ. ഖുർആൻ മനസ്സിലാക്കി തരണേ അല്ലാ. നാഫിഅ ഇൽമിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. ഇൽമനുസരിച്ച് പ്രവർത്തിച്ചും പ്രചരിപ്പിച്ചും നടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള നിന്റെ ത്വാഅത്തിലുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അവസാന ആഖിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا رب العالمين. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن مات منا ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. السلام عليكم.